ഞങ്ങളുടെ മൂവാണ്ടരയിൽ പ്രാവശ്യം കുറച്ച് മാങ്ങ ഉണ്ടാവുള്ളൂ. കുറച്ച് ഞാൻ പറിച്ചു. ഒരു 5-8 കിടപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ. എല്ലാം ഈ കിളിയൊക്കെ കൊത്തി പോവും. അപ്പോൾ അത് പറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഈ തോട്ടി കൊണ്ടാണ്, ഞങ്ങളുടെ പഴയ തോട്ടിയാണ്, സഞ്ചിത്തോട്ടി കൊണ്ട് കിട്ടുമോയെന്ന് നോക്കാം. കുറേ താഴോട്ട് പോവും. കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തോട്ട് വീണില്ല, താഴോട്ടങ്ങ് പോകും. നോക്കട്ടെ, ചിലപ്പോൾ കിട്ടും. അതിന് താഴോട്ട് പോകുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല. കുറച്ചുകൂടെ പറിക്കാനുണ്ട്. അതെ, 3-4 ഒരുമിച്ച് കിട്ടി. അതെ, 1, 2, 3. അതെ, മാങ്ങയെല്ലാം പറിച്ചു കേട്ടോ. ഇത്രേ ഉള്ളൂ. അവിടെ ഇവിടെയൊക്കെ കിടന്ന എല്ലാം കൂടെ പറിച്ചപ്പോൾ ഇത്രയുണ്ട്. 10-20 ഉണ്ട്. മാങ്ങ പറിച്ചുകൊണ്ട് വന്നതാണേ. ഇതേ നോക്കിക്ക്, ഇത്രയുണ്ട്. 5-10 ഉണ്ടെന്ന്, 10 കൂടുതലുണ്ട്. ആകെ ഇപ്രാവശ്യം മാങ്ങയൊക്കെ തീരെ കുറവായിരുന്നു കേട്ടോ. മാങ്ങ ഇതുണ്ടോ, മാങ്ങ ഇതേ നല്ല. ഇന്നലെ ഞാൻ ആ കൊട്ട അവിടെ നിന്ന് പുറകുവശത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. എന്തെങ്കിലും അറേഞ്ച്മെൻ്റൊക്കെ ചെയ്യാമെന്ന് വെച്ചപ്പം മാങ്ങ ഇടാനുള്ള ഭാഗ്യമുണ്ടായി. ഇതേ അച്ചാറിടാൻ കൊള്ളാം കേട്ടോ. കുറച്ച് ഇത് ഈ അച്ചാറിടാൻ പാകത്തിനുള്ള മാങ്ങയാണ്. ഈ കഴിഞ്ഞ വർഷം നല്ലപോലെ മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മാങ്ങ കുറവാണ്, തീരെ കുറവാണ്. ഇതൊക്കെ ഇത് മൂത്തതാണ്. മാങ്ങാക്കറി ഉണ്ടാക്കാൻ നല്ലതാണ്. ഈ മൂവാണ്ടനാണ് ഇത്, മൂവാണ്ടൻ മാങ്ങ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് മാങ്ങ എടുത്ത് ഉപ്പിലിട്ടു. അതിടയ്ക്ക് എടുത്ത് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. കുറേ ഈ പ്രാവശ്യം പൂത്തതും കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 3 പ്രാവശ്യം കൊണ്ട് പൂക്കുകയും ചെയ്തു. ഇനി കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ അവിടെ വാടൂര് ഞങ്ങൾക്കൊരു മാവുണ്ട്. അതിനകത്ത് 3-4-5 ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഉണ്ടായതൊക്കെ വീണും പോയി കാണാം. അങ്ങോട്ട് പോയിട്ടേ ഇല്ല കുറേ ദിവസമായിട്ട്.